എസ് ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അവിടെ കോടതി നടപടികൾ ആരംഭിച്ചോ? കേസെടുത്തോ? ജയിലിലേക്കാണോ അതോ ജാമ്യം തേടി പുറത്തിറങ്ങുമോ എന്ന് ഉടൻ അറിയാൻ കഴിയുമോ? പരാതി ലഭിച്ചതിന് പിന്നാലെ സെൻട്രൽ പോലീസിന്റെ അതിവേഗ ചടുലമായ നീക്കങ്ങളുടെ പ്രമാദമായ കേസാണ് ഇത്. ഈ കേസിൽ കോടതി എന്ത് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുക. ദിവ്യ, നേരത്തെ പോലീസിന്റെ ഇടപെടൽ പ്രശംസനീയമായി മാറുകയും ചെയ്തിരുന്നതാണ്. ഇനി കോടതി ജാമ്യം നൽകുമോ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനോട് ജയിലിലേക്ക് പോകാൻ നിർദ്ദേശിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറുക. എന്തായാലും നേരത്തെ അല്പസമയം മുമ്പാണ് ബോബി ചെമ്മണ്ണൂരിനെ നമ്മൾ ഈ കാണുന്ന ജില്ലാ കോടതിയിലേക്ക് എത്തിച്ചത്. എറണാകുളം CJM കോടതി 2-ലാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കോടതിക്കുള്ളിലേക്ക് കയറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. CJM കോടതി 2-ൽ, അതായത് മുന്നിലത്തെ ബെഞ്ചിൽ പുറത്തായിട്ട് ബോബി ചെമ്മണ്ണൂർ ഇരിക്കുകയാണ്. ഈ കേസ് പരിഗണിക്കാനായി കോടതി എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബോബി ചെമ്മണ്ണൂരിനെ അകത്തേക്ക് കയറ്റുക. എന്തായാലും ആ നടപടി വൈകാതെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ബോബി ചെമ്മണ്ണൂരിനെ ജാമ്യം ലഭിക്കുമോ എന്നുള്ളത് തന്നെയാണ്. ജാമ്യം നിഷേധിക്കാനുള്ള അല്ലെങ്കിൽ ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കൊച്ചി സിറ്റി പോലീസ് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. അതിൽ തന്നെ ഹണി റോസ് കൈമാറിയ തെളിവുകളുണ്ട്. നേരത്തെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടെ നടത്തിയ അശ്ലീല പരാമർശം, ആ ഒരു അധിക്ഷേപ പരാമർശം, അത് വ്യക്തമാക്കുന്ന ഡീറ്റെയിൽ തെളിവുകൾ അടക്കമാണ് ഹണി റോസ് പരാതിക്കൊപ്പം സെൻട്രൽ പോലീസിന് കൈമാറുന്നത്. ഇതിന് പുറമെ തന്നെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ബോബി ചെമ്മണ്ണൂർ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന ഇടപെടലുകൾ, ഏത് വിധത്തിലുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ, അശ്ലീല പരാമർശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഡീറ്റെയിൽ തെളിവുകളും അന്വേഷണ സംഘം ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഇതടക്കമാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബോബി ചെമ്മണ്ണൂരിൻ്റെ ഫോണാണ്. നേരത്തെ അദ്ദേഹം ഐഫോണാണ് ഉപയോഗിച്ചിരുന്നത്. ആ ഐഫോൺ വഴിയാണ് ഇത്തരത്തിലുള്ള അശ്ലീല കമൻറ്റുകളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നത് എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഫോൺ കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഫോൺ അടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം ഇന്ന് ഈ ജാമ്യത്തെ എതിർത്തുകൊണ്ട് തെളിവുകളായിട്ട് കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി മാറുന്നത്. എന്തായാലും കോടതി നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ വിശദമായ ചോദ്യം ചെയ്യലാണ് സെൻട്രൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടി സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം ACP ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ തനിക്കെതിരായ പരാതികളെല്ലാം തന്നെ നിഷേധിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ചെയ്തിരുന്നത്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞിരുന്നത് താൻ ദുരുദ്ദേശത്തോടെ അല്ല ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത്. അന്ന് 4 മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു പരിപാടിയിൽ വെച്ചാണ് ഈ പരാമർശം നടത്തുന്നത്. അന്ന് ആ പരാമർശം നടത്തുമ്പോൾ നടിക്ക് പരാതി ഉണ്ടായിരുന്നില്ല. പിന്നീട് 4 മാസങ്ങൾക്ക് ഇപ്പുറമാണ് പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സംശയാസ്പദമാണ് എന്നുള്ള വാദം കൂടി ബോബി ചെമ്മണ്ണൂർ ഇന്ന് കോടതിയിൽ ഇവിടെ ഹണി റോസിന്റെ പരാതിയും ഹണി റോസിനെതിരെ നടത്തിയ അധിക്ഷേപ കമന്റുകളും പ്രതികരണവും മാത്രമല്ല കുരുക്കാകാൻ പോകുന്നത്. മുൻപ് ബോബി ചെമ്മണ്ണൂർ പലയിടത്തായി പലർക്കെതിരെയും നടത്തിയ പ്രതികരണങ്ങളും വീഡിയോയും അടക്കം ഹാജരാക്കിയിട്ടുണ്ട് എന്നറിയുന്നു. അപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ ഇതൊരു സ്ഥിരം രീതിയാണ്, ഇതൊരു സ്ഥിരം ശൈലിയാണ് എന്ന് സ്ഥാപിക്കാനായിരിക്കുമോ പ്രോസിക്യൂഷൻ ശ്രമിക്കുക? അത്തരത്തിലൊരു കാര്യം സ്ഥാപിച്ചെടുക്കാൻ തന്നെയായിരിക്കും പ്രോസിക്യൂഷന്റെ ശ്രമം. അതിലൊരു സംശയവുമില്ല ദിവ്യ. അതായത് നേരത്തെ ഇത്തരത്തിലുള്ളൊരു പരാതി ഉയർന്നതിന് പിന്നാലെ തന്നെ തുടക്കം മുതൽ തന്നെ ബോബി ചെമ്മണ്ണൂർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഇത് ദുരുദ്ദേശത്തോടു കൂടിയുള്ള കമന്റുകളല്ല, അത്തരത്തിലൊരു അധിക്ഷേപ പരാമർശം അധിക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല പരാമർശം നടത്തിയെന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള അശ്ലീല പരാമർശങ്ങളൊക്കെ നടത്തുന്ന വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതൊരു കരുതിക്കൂട്ടിയുള്ള കമന്റ് അല്ല, അല്ലെങ്കിൽ കരുതിക്കൂട്ടിയുള്ള പരാമർശമല്ല എന്ന് ഒരു കാരണവശാലും ബോബി ചെമ്മണ്ണൂരിന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇന്ന് പ്രോസിക്യൂഷൻ തെളിവുകൾ നിർത്തിക്കൊണ്ട് തന്നെ കോടതിയിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുക. എന്തായാലും ഇത് സ്ഥിരമായിട്ട് ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തുന്ന ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യം നൽകരുത്. ഈ കേസിൽ തന്നെ കൃത്യമായ തെളിവുകളുണ്ട്. പരാതിക്കാരി കൈമാറിയ തെളിവുകൾക്ക് പുറമെ തന്നെ കൃത്യമായ ഡിജിറ്റൽ തെളിവുകളുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴി ഏത് വിധത്തിലാണ് സ്ത്രീ വിരുദ്ധമായിട്ട്
ഇയാൾ പെരുമാറിയിരുന്നത് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാമ്യം നിഷേധിക്കണമെന്നുള്ള ആവശ്യമാണ് പ്രോസിക്യൂഷൻ ഇന്ന് മുന്നോട്ട് വയ്ക്കുക. എന്തായാലും പ്രതിഭാഗം ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകനായ രാമൻ പിള്ളയാണ് ഇന്ന് കോടതിയിൽ ഹാജരാകുന്നത്. അതിൽ പ്രധാനമായും നേരത്തെ ഈ കസ്റ്റഡിയിലെടുക്കുന്ന, അതായത് മിനിഞ്ഞാന്ന് വൈകിട്ട് 5 മണിക്ക് പരാതി ലഭിക്കുന്നു. അതിനുശേഷം 2 മണിക്കൂറിനുള്ളിൽ തന്നെ FIR രജിസ്റ്റർ ചെയ്യുന്നു. അതിന് പിന്നാലെ വളരെ വേഗത്തിൽ തന്നെ ബോബി ചെമ്മണ്ണൂർ എവിടെയാണുള്ളതെന്ന് ട്രേസ് ചെയ്തുകൊണ്ട് അവിടെ എത്തി കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ അതിവേഗത്തിൽ കസ്റ്റഡിയിലെടുക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നുള്ള കാര്യം കോടതിയിൽ ചോദ്യമായി ഉന്നയിക്കാനായിരിക്കും പ്രതിഭാഗം തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഒരു നോട്ടീസ് നൽകിയാൽ തൻ്റെ കക്ഷി സ്റ്റേഷനിൽ ഹാജരാകുമായിരുന്നു, അവിടെ ചോദ്യം ചെയ്യലിന് വിധേയനാകുമായിരുന്നു. പക്ഷേ അത്തരത്തിൽ തിടുക്കപ്പെട്ട പോലീസ് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുത്തത്, ഒരു കൊടും കുറ്റവാളിയെ കസ്റ്റഡിയിലെടുക്കുന്ന വിധത്തിൽ ആണ് പോലീസ് പെരുമാറിയെന്നടക്കമുള്ള വാദങ്ങൾ ഒരു പക്ഷേ മുന്നോട്ട് വയ്ക്കാനായിരിക്കും പ്രതിഭാഗം തീരുമാനിച്ചിരിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇതിനെ ഇപ്പോഴും പ്രോസിക്യൂഷൻ കൃത്യമായി തന്നെ അവർ പോലീസുമായി സംസാരിക്കുമ്പോൾ പോലീസ് വളരെ കോൺഫിഡൻ്റ് ആണ്, എല്ലാവിധത്തിലുള്ള തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജാമ്യം കിട്ടില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നെയാണ് പോലീസിനുള്ളത്. എന്തായാലും ഇനി കോടതിയിൽ എന്തൊക്കെയാണ് നടക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. ഇതുവരെയും നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ നടപടികൾ ആരംഭിച്ചിട്ടില്ല. ഇപ്പോഴും ബോബി ചെമ്മണ്ണൂർ പുറത്ത് തന്നെയാണ് ഉള്ളത്, കോടതിക്ക് അകത്തേക്ക് കയറിയിട്ടില്ല. അല്പസമയത്തിന് തന്നെ കേസ് പരിഗണിക്കാനായി എടുക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുക. അപ്പോഴായിരിക്കും അദ്ദേഹത്തെ അകത്തേക്ക് കയറ്റുകയും ചെയ്യുക. എന്തായാലും വളരെ പ്രമാദമായ, സമീപകാലത്ത് തന്നെ ഏറ്റവും ചർച്ചയായ ഒരു കേസുകളിൽ ഒന്നായി മാറിയിരുന്നു ഈ ഹണി റോസിന്റെ പരാതി വന്നതിന് പിന്നാലെയുള്ള അതിവേഗ നടപടികൾ, പോലീസിന്റെ അതിവേഗ നടപടികൾ നമ്മൾ കണ്ടിരുന്നതാണ്. നേരത്തെ തന്നെ മുകേഷ് MLA കേസിലാണെങ്കിലും സിദ്ദിഖിനെതിരായ കേസിലാണെങ്കിലും ഒക്കെ പോലീസ് അലംഭാവം കാട്ടി, അല്ലെങ്കിൽ പോലീസ് ഈ അന്വേഷണം നീട്ടിക്കൊണ്ടുപോയി എന്നുള്ള ആക്ഷേപം നേടുന്നിടത്താണ് ഒരു പരാതി വന്ന് വളരെ വേഗത്തിൽ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രമുഖ വ്യവസായിയായ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മുൻകൂർ ജാമ്യത്തിന് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടി മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കസ്റ്റഡിയിലെടുക്കണമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ പോലീസ് മുന്നേറുന്നതാണ്, അല്ലെങ്കിൽ ഓരോ നീക്കങ്ങൾ നടത്തുന്നതാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കാണുകയും ചെയ്തിരുന്നത്. ഏതായാലും അതിന് പിന്നാലെ ഇപ്പോൾ വിശദമായി രേഖപ്പെടുത്തിയ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തിയതിനൊപ്പം തന്നെയാണ് ഹണി റോസിൻ്റെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ രഹസ്യമൊഴിയിൽ 2 മണിക്കൂർ നീണ്ട രഹസ്യമൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ നേരത്തെ പരാതിയിൽ പറയാത്ത മുഴുവൻ കാര്യങ്ങളും ഈ രഹസ്യമൊഴിയിൽ വിവരിച്ചിട്ടുണ്ട്. ആ രഹസ്യമൊഴിയുടെ പകർപ്പ് പരിശോധിച്ചുകൊണ്ട് കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് പോലും ഇപ്പോൾ പോലീസിന്റെ പരിഗണനയിലാണുള്ളത്.